ഹലോ ഫ്രണ്ട്സ്, സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ കുറേ കഷ്ടപ്പെടണം അല്ലേ? അതുപോലെ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ട്രക്ക് ചെയ്ത് വന്നൊരു സ്വർഗമാണ് ഈ കാണുന്നത്. ക്ലൗഡ് ഫാം ക്യാമ്പ് സ്റ്റേയിങ്. ഇതാണ് സ്വർഗം. രണ്ട് വലിയ മലനിരകൾക്കിടയിലാണ് കേട്ടോ ഈ ക്യാമ്പിങ് വന്നേക്കുന്നത്. ഈ ക്യാമ്പിങ് വരുന്നത് യെല്ലപ്പെട്ടിയിലാണ്. മൂന്നാറിൽ നിന്ന് വട്ടവട പോകുന്ന റൂട്ടിലാണ് യെല്ലപ്പെട്ടി എന്ന് പറഞ്ഞുള്ളൊരു വില്ലേജ് ഉള്ളത്. അവിടെ നിന്നൊരു 3.5 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ടെത്താൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ട്രക്കിംഗ് ആണ്, കുറച്ച് ഹാർഡാണ്. വാക്കിംഗ് സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. സോ ഞാൻ ഇന്നലെ അവിടെ നിന്ന് യെല്ലപ്പെട്ടിയിൽ നിന്ന് വന്നതിൻ്റെ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. സോ വെൽക്കം ബാക്ക് ടു ദ ട്രാവൽ ഡെസ്റ്റിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ കെയർടേക്കർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്, ഈ കാണുന്ന ബിൽഡിങ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാനാണ് പറഞ്ഞത്. സോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര കോടയാണ് കേട്ടോ. എന്താ ഒരു രക്ഷയില്ല. റോഡൊന്നും കാണാനില്ല കേട്ടോ. ഭയങ്കര കോട. അയ്യോ, ആളിതുവരെ വന്നിട്ടില്ല. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നോക്കാം, ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ആണെങ്കിൽ റേഞ്ചും ഇല്ല. ലെറ്റ്സ് സീ. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട് പാർക്കിംഗ് കൊടുത്ത്. സോ നമുക്ക് ഈ വഴിക്കാണ് നടന്നു പോകേണ്ടത്. നമ്മളിപ്പോൾ ആ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്നൊരു 200 മീറ്ററും കൂടെ മുന്നിലേക്ക് വന്ന്. അപ്പോൾ ഇവിടെ മുതലാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതായിരുന്നു ലൊക്കേഷൻ. അവർ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓഫീസ് പറഞ്ഞത്. ഈ ബാക്കി കാണുന്നതാണ്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. വണ്ടിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കേട്ടോ. സമയം ഇപ്പോൾ 4:30 കേട്ടോ. 4:30 കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഫാമിലി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. നമ്മൾ പയ്യെ താഴേക്ക് ഇറങ്ങാൻ കേട്ടോ. ഈ വഴിക്കാണ് പോകേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി താഴെ കൂടെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഇറക്കമുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു കയറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ പോണ വഴി എങ്ങനെയാണെന്ന് നോക്കാം. കയറ്റം സ്റ്റാർട്ട് ചെയ്തല്ലേ? ഓക്കെ ഓക്കെ. അവിടെ നിന്ന് നമ്മൾ വന്നു കേട്ടോ. வெறும் என்னது ரொட்டி ரசகுல்லா எங்க போனாலும் அது ஒண்ணுதான். எதையாவது காரமா கொடுக்குற நாக்குக்கு. അടപ്പളകി அவங்களாம் எனர்ஜி வேற இல்ல. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ പയ്യെ റെസ്റ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ അടപ്പിളാവും. വഴിയൊക്കെ ഉണ്ടാവും. സ്റ്റിക്കും കൂടെ ഉണ്ടെങ്കിൽ ബെസ്റ്റ്. ഇവനെല്ലാവരുടെയും പെട്ടാൻ. 3.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഫുൾ ട്രക്കിങ്, കയറ്റം ഇറക്കും എല്ലാം കൂടെ. ഓക്കെ, എന്ത് സ്കൂളിൽ? അണക്കര. അണക്കര. ആ മലങ്കര അല്ല അണക്കര? അണക്കര കുമ്പളിയില്ല. ആ ഇത് വന്ന് തൊടുപുഴ. ആ അത് തന്നെ, വാഴക്കുളം. പൈനാപ്പിൾ സിറ്റി.
ഈ സ്റ്റെപ്പ് മുഴുവൻ കയറുന്നുണ്ട്. ഫുൾ സ്റ്റെപ്പ് തന്നെ. എൻ്റെ അമ്മ പെട്ടുപോയിട്ട് ഇല്ലായിരുന്നെങ്കിൽ. നമ്മളിതാ താഴ്ന്നാണ്ട് കയറുന്നു. അവിടെ അല്ല, അതിൻ്റെ അവിടെ ഈ ഭാഗത്തിൻ്റെ അവിടെ അവിടെ നിന്ന് ഷോട്ട് കയറി ഇങ്ങനെ കയറി ഇതിലോട്ട് എത്തി. ഇനി വീണ്ടും അങ്ങോട്ടേക്ക് പോകണം. സ്റ്റെപ്പെന്തായിരിക്കുന്നു. ടയർഡായി. അയ്യോ ടയർഡായി. ഏതാ മോനെ വ്യൂ. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. കാടൊക്കെ നോക്കി കോട നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ മുന്നുള്ളവരങ്ങോട്ട് പോകുന്നു. ഇനി ഇതിലും വലിയൊരു കയറ്റവും കൂടെ കയറാനുണ്ട്. എനിക്കറിഞ്ഞൂടെ എങ്ങനെ കയറി പറ്റുമോ. അയ്യോ, ഇതൊക്കെ ടാറ്റയുടെ ടി എസ്റ്റേറ്റ് ആണ്. ഈ കാണുന്നതൊക്കെ ടാറ്റയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് ജീപ്പൊക്കെ വല്ലപ്പോഴും മാത്രമേ വരുള്ളൂ. സോ നടന്ന് തന്നെ കയറേണ്ടി വരും. ഒരു ജീപ്പൊന്നും ഇങ്ങോട്ടേക്ക് അലോ ചെയ്യൂല. ഓക്കെ, കണ്ടോ കോടയൊക്കെ മൂടി നിൽക്കുന്നത് അവിടെ. അടുത്ത കയറ്റം സ്റ്റെപ്പ് അങ്ങ് കയറണം. അപ്പോൾ കയറാം. അങ്ങോട്ട് കിടക്കണ്ട. ഉണ്ട് അടുത്തത്. എൻ്റെ അമ്മേ, ഇതെപ്പോൾ തീരുമെന്നറിയാൻ പാടില്ല. അയ്യോ, കൊടുങ്കാടാണ്. കൊടുങ്കാട്. അമ്മേ, ഇരുട്ടായി തുടങ്ങി. ലൈറ്റ് പോണതിന് മുന്നേ മേലെ കയറണം. നന്നായിട്ട് അടയ്ക്കുന്നുണ്ട്. നിങ്ങൾ കഴിവതും മൂക്കിലോട്ട് തന്നെ ബ്രീത്ത് എടുക്കാൻ നോക്കട്ടോ, എന്നാലേ കയറാൻ പറ്റുള്ളൂ. ലൈക്ക് ദിസ്. ഓക്കെ, കരിങ്കുരങ്ങ് ഇരിപ്പുണ്ട് അവിടെ. തനിയാ ഇருக்கு അവിടെ. ഇവിടെ സൂം ചെയ്യാൻ പറ്റില്ല. സോറി, സൂം ചെയ്യാൻ പറ്റില്ല. நமக்கெல்லாம் ஜெயிச்சிட்டோம் வாங்க போய் அப்படியே ட்ரெஸ் சேஞ்ச் பண்றீங்க. இல்லையே ഡെസ്റ്റിനേഷനിലേക്ക് പേര് ക്ലൗഡ് ഫാം. അയ്യോ 4:30 ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഇവിടെ എത്തിയപ്പോൾ 5:45. ഇനിയുണ്ടല്ലോ താഴോട്ട്. ഇനി താഴേക്ക് ഇറക്കണേ. ஒரு சின்ன பிரிட்ஜ் மாதிரி வந்து வருது. அது റോഡൊക്കെ എളുപ്പം. இல்ல ஒரு எட்ஜ்ல வந்து ആ മോനെ, സ്വർഗം നോക്കിക്കോട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എന്താ ടെൻറ്റ് കണ്ട അവിടെ, ഇതാ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കണ്ടോ.
നമ്മളിവിടെ എവിടെയും കണ്ടാന്ന് തോന്നുന്നു. നോക്കാം. ഓക്കെ, സോ ഒന്ന് സെറ്റാവട്ടെ, എന്നിട്ട് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു വ്യൂ പോയിൻ്റ്, ഒരു ഗാലറിയാണത്. ഇവിടെ സ്റ്റേ ക്യാമ്പൊക്കെ ഉണ്ട്. ഇവിടെ ഈ കാണുന്നിട്ടുണ്ട്, ആ കാണുന്നുണ്ട് നമ്മുടെ ക്യാമ്പ്. ടെൻ്റൊക്കെ കാണുന്നു. ഒരു വ്യൂവിൻ്റെ ആണിത്. എന്താ കാണുന്നത്? ജാതി ഫ്രെയിമാണ് പിന്നെ. ജാതി ഫ്രെയിം എൻ്റെ ബാക്കിൽ കണ്ട ഒരു രക്ഷയില്ല, ഒരു രക്ഷ. ഇതാണ്ടോ നമ്മുടെ ടെൻ്റ്. നമ്മൾ ഇതാണ് താമസിക്കാൻ പോണേ. ബാഗ് ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ച് ഇതാണ് നമ്മുടെ ടെൻറ്റിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ കേട്ടോ. ഇതാണ് കേട്ടോ വാഷ്റൂം. വാഷ്റൂമിലേക്ക് പോകുന്ന സ്ഥലമാണിത്. ഇതാ ഇവിടെ ഒരു വ്യൂ പോയിൻ്റും കൂടെ ഉണ്ട്. വ്യൂ പോയിൻ്റ് അല്ല, വ്യൂവിൻ്റെ ഒക്കെ വേണ്ട. കൂടെ കയറി വരണുണ്ടോ? എൻ്റെ അമ്മോ, ഇതാ അവിടെയാണ് നമ്മുടെ സ്റ്റേ. ഇതാ ആ ടെൻറ്റിൽ. ഓ, ഇതിലൂടെ ഇപ്പോൾ ഫുള്ള് ലൈറ്റിട്ട് അടിപൊളിയാക്കിട്ടോ. എൻ്റെ അമ്മോനെ, അതങ്ങ് വരെ കാണും. നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല. അവിടെ ലൈറ്റ് അങ്ങ് വരെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഫുള്ള് കോട മൂടി, ചുറ്റിനും കോട. അവിടെ നിൽക്കുന്നതൊന്നും കാണുന്ന കൂടിയില്ല അവിടെ. അയ്യോ, ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. സ്വർഗം. മോനെ, കണ്ട ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി, വെജ് കറി, സലാഡ്, ഗീ റൈസും ചപ്പാത്തി. അപ്പോൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു എബോവ് ആവറേജ്, അത് എക്സ്പെക്റ്റ് ചെയ്യാവുള്ളൂ. ഇവിടെ ഫ്രഷ് ഫുഡാണ്, അവരിപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ കൊണ്ടുവരുന്നതാണ്. ഇനി നമ്മൾ പോയി ടെൻറ്റിൽ കിടക്കുന്നു. നാളെ രാവിലെ ഒരു ട്രക്കിംഗ് ഉണ്ട്. നമുക്ക് സൺസെറ്റ് ട്രക്കിംഗ് ഉണ്ടായിരുന്നു, അത് മിസ്സായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫോഗായിരുന്നു. സോ ഞങ്ങളതിന് പോയില്ല. ഇനി മോർണിംഗിൽ ഒരു സൺറൈസ് ട്രക്ക് ഉണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് പോയി കാണണം. ഫോഗൊന്നും ഇല്ല, വിഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് ചെന്ന് കാണണം എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് രാവിലെ കാണാം. നല്ല തണുപ്പുണ്ട്. ഒരു ഏകദേശം ഒരു 10 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ പോകുന്നത്. നോക്കിയപ്പോൾ 10 ഡിഗ്രി അത്ര റേഞ്ചിലാണ് പോകുന്നത്. അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്.